ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെല്ലാവരും എക്സൈറ്റ്മെന്റോടെ കാത്തിരുന്ന പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ അല്ലു അർജുന്റെ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. അത് അങ്ങ് ബീഹാറിൽ വെച്ചിട്ടാണ് ട്രെയിലർ ലോഞ്ച് എടുത്തേക്കുന്നത്. ഇവിടെ എന്ത് സ്ഥലമില്ലാണ്ട് അവിടെ പോയിട്ട് അവിടെ തന്നെ ഉണ്ട്. ആ പടത്തിൽ നോർത്ത് സൈഡിലുള്ള അതിന്റെ ഹൈപ്പ് പറയാണ്ടിരിക്കേണ്ടി പറ്റില്ല. അതിനകത്ത് നമുക്ക് കടക്കാം. അതിന് മുന്നേ നമുക്ക് ട്രെയിലർ ആദ്യം തന്നെ കാണാം. Yo lo dudo. Después del estrella, vamos a bailar. Vino tenir baade zamde. ढाई अक्षर नाम छोटा है लेकिन साउंड बहुत बड़ा. പുഷ്പ అంటే അതെന്താണ് അത് ചരിവിച്ചിരി കൂടിപ്പോയാണ് ചരിവിച്ചിരി കൂടിപ്പോയാണ് ഗൈസ്. അത് ക്യാരക്ടർ ആയതാണ് പുള്ളി. അത് നമ്മള് കളിയാക്കണല്ല. ക്യാരക്ടർ ഓടിച്ചാണ് പാവം. ഓക്കെ ഓക്കെ ഹെലികോപ്റ്ററിൽ ശിവാജി വൈകുണ്ട്. ശിവാജിന്റെ ബോസ് ചന്ദനോട് വെച്ചിരിക്കുന്നത് ഒരു മരത്തിന്റെ മുഖത്തില്. మూడింటే ఎట్ట ఉంటుందా ప్రపంచాన్ని చూపిస్తా. పార్టీ ఉంది పుష్ప. പാർട്ടി ഇല്ലെന്നാ പാർട്ടി ഉണ്ട്. പാർട്ടി ഉണ്ട്. పార్టీ ఉంది పుష్ప. పార్టీ ఉంది. ചന്ദനത്തിൽ ഇതാണല്ലേ రాసిన పైసా అది 7 కొండల మీద ఉన్న 7 సముద్రాలు దాటున్నా పోయి చేసుకునేది పుష్పాడనమాట. എല്ലാരും പോയിട്ട് അല്ല കഥ 90s ആലോചിക്കേണ്ട കാര്യം. 90s കഥ നടക്കുന്നത് అంటే నేషనల్ అనుకుంటురా. ഫയറല്ലേ కదా നിന്ന് കത്തിക്കുന്നു പറഞ്ഞേക്കണത്. വേറെ ഒന്നുമല്ല. നിന്ന് കത്തിക്കുന്നു അന്യായ സാധനമുള്ള. അതെ, കാരണം എന്താ വെച്ചാൽ ഈ പടം 1-2 കേസ് ഞാൻ ഫസ്റ്റ് പറയാം. 2022 KGF 2 ഇറങ്ങണത്. 2022 KGF 2 ഇറങ്ങണത്. ആ ടൈമില് സുകുമാരി പടം ഡയറക്ട് ചെയ്യുന്ന ടൈമില് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ പോണം. കാരണം നമ്മള് സാൻഡൽവുഡ് എന്നാണല്ലോ പറയുന്നത്. കന്നഡയിൽ ഏറ്റവും ടോപ്പ് സാധനമാണ് KGF എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കാന്തരന്റെ അവർക്ക് പറയേണ്ട ഏറ്റവും മൈറ്റീസ് പ്രൊജക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഷൂട്ട് നടന്നതല്ലോ എല്ലാം പൊളിച്ചെഴുതി ഒന്നുകൂടി പ്രൊഡക്ഷൻ ചെയ്തെന്നാണ് പറയണത്. ഇത് മെയിൻ ആയിട്ട് കത്തിയ സൗത്ത് ഇന്ത്യനേക്കാൾ ഉപരി നോർത്തിലാണ്. ഓക്കെ, നോർത്തിലാണ് പാട്ടും ഹൈപ്പായി പോയി. അല്ലു അർജുന്റെ ലുക്ക് കാര്യങ്ങളും മൊത്തത്തില് അവിടെ നോർത്ത് ഇന്ത്യ അങ്ങ് മറ്റേ നിന്ന് കത്തനായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു അനലൈസിസ് വീഡിയോ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് എൻ അണ്ടർ ഡോഗ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ലോസ്റ്റ് കൂലിയായിട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എല്ലാവർക്കും കാണുന്ന ഓരോരുത്തർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ കൈയടിക്കും. ഓക്കെ, കാരണം രജനീകാന്തിന്റെ സിനിമകൾ കണ്ടവർക്ക് അറിയാം, ഒരു പാട്ട് കഴിയുമ്പോൾ പുള്ളി വടക്കാരനാണ്. ഓക്കെ, അല്ല തമാശല്ല കാര്യമാണ്. ഒരു പാട്ട് കഴിയുമ്പോൾ പുള്ളി വടക്കാരനാണ്. പക്ഷെ ഇതിനകത്ത് ആ ഒരു പ്രോസസ്സ് കാണിച്ചാറുണ്ട്. കാരണം പെർസെന്റേജ് കണക്ക് പറയണത്
ഞാൻ ഫസ്റ്റ് പാർട്ടിന് ഒരു ജസ്റ്റ് പറയുന്നുണ്ട്, കാരണം ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ പെർസെന്റേജ് കണക്ക് നമ്മൾ പെർസെന്റേജ് മേടിച്ച് നമ്മള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, അവന്റെ 5 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ അവന്റെ കൂലിക്കാരൻ എന്നുള്ള കേസ് അത് അതിനകത്ത് തന്നെ ഉണ്ട്. പുള്ളിയുടെ ഒരു തല എവിടെയാണെന്നുള്ളത് കാരണം ഉണ്ട്. പുള്ളിയുടെ ഈഗോ ഹേർട്ട് കഴിഞ്ഞാൽ പുള്ളി ഏത് എക്സ്റ്റൻഷൻ വരെ പോകുന്നുള്ളവര്. പക്ഷെ ഈ പടത്തിനെ ഹൈപ്പാക്കാൻ പോണത് ഫഹദ് ഫാസിലി. അത് ഈ കണ്ടെന്ന സാധനത്തിൽ നിന്ന് മറ്റേ യൂഷ്വൽ വില്ലൻ എന്നുള്ള സീനല്ല. ഈ പുഷ്പ എന്ന് പറഞ്ഞ ആള് തന്നെ ഭയങ്കര ഇന്റലിജന്റ് ആണ്, സ്ട്രോങ് ആണ്, മനസ്സിലായ? ആൾക്ക് ചെറിയ കളിയിലൊന്നും ആളെ പിടിക്കാൻ പറ്റൂല. അതാണ് മറ്റേ ഇന്റർനാഷണൽ അയാളെ ആദ്യത്തെ ഇതിൽ തന്നെ മറ്റേ പുഷ്പക്ക് എതിരാളി ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആ മൊമെന്റിലാണ് ഫഹദിന്റെ എൻട്രോ കറക്റ്റ്. കാരണം പുള്ളി വെട്ടാനുള്ള എല്ലാത്തിനെയും വെട്ടി. ഓക്കെ, ഊണ്ടാവ് സോങ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിയുടെ ആ ഊണ്ടാവ് സോങ് വരുമ്പോഴത്തേക്ക് പുഷ്പണ്ടല്ലേ കണ്ടിട്ടില്ല. അല്ല ഒരു കുഴപ്പമില്ല, നല്ല കാര്യം ഇവിടെ ഉണ്ടായത്. കണ്ടിട്ടില്ല, ഇനി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണല്ലോ. നീ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ പുഷ്പ വണ്ടിയിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സ് കാരണം ഇഷ്ടംപോലെ കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെട്ടി ബ്രദേഴ്സ് ഉണ്ട്. ഷെട്ടി ബ്രദേഴ്സ് തോന്നിക്കുന്നത് ആ റെഡ്ഡി ബ്രദേഴ്സ് ആണ്. 3 ചേട്ടന്മാരാണ് കച്ചവടം ചെയ്യണത് ചന്ദനത്തിന്റെ മെയിൻ ആയിട്ട്. ആ ചന്ദനം കടത്തണതിനകത്ത് ഒരു കൂലിക്കാരൻ വെട്ടാൻ വേണ്ടി വന്നൊരുത്തനായിട്ടാണ് ആര് വരുന്നത്, പുഷ്പ വരുന്നത്. പുഷ്പയുടെ ലീനേജ് ബ്ലഡ് വരുന്നത് വെച്ചാൽ അച്ഛൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളാണ്. നേരായിട്ടുള്ള രീതിയിലല്ല അമ്മേനെ ഇതായിട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കാര്യം പുള്ളിക്ക് എപ്പോഴും പുള്ളി അലട്ടുന്നുണ്ട്. അത് ശരിക്കും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് അവസാനം ഫഹദ് ഫാസിൽ. കാരണം ഇങ്ങനെ കുത്തി 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 നിനക്ക് സ്വന്തമായിട്ട് ആരും ഇല്ല മോനെ എന്നുള്ളത്, നിനക്ക് ബ്രാൻഡ്, നീ ഒരു ബ്രാൻഡ് അല്ല എന്നുള്ള സാധനം വരുമ്പോഴത്തേക്കാണ് പുള്ളി കൈയിട്ട് വിളിച്ച് ഈ സാധനം കൂടെ ബ്രാൻഡ്. അത് കണ്ട എല്ലാവർക്കും അതെ ഇതെന്ത് സാധനം. രാവ് സൈക്കോ അങ്ങേറ്റ സൈക്കാണ്. രാവിലെ പൊട്ടിക്ക് എന്നുവെച്ചാൽ ആ പടത്തില് ആകെ പുള്ളി അനുസരിച്ചിരിക്കണത് ഷെഖാവത്ത് സിംഗിന് മാത്രമാണ്. പുള്ളി എന്തോ കൈയും കെട്ടിയില്ല. ആ സാറേ പറഞ്ഞു സാറിന് എന്താ സാറേ വേണ്ട. അതിനടുത്ത് ഈ പുഷ്പ ഒച്ചെടുത്തപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അലർച്ചയുണ്ട്. ഒരു ഒറ്റക്ക് കല്യാണത്തിന്റെ സമയത്താണ് ഇവനറിയാൻ ഇവനറിയാണ്ട് കല്യാണോ ഒരു സമയത്ത് കല്യാണം, ഒരു സമയത്ത് പാല് കാച്ചൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ 2 സാമ്യം സൈമിൾട്ടേനിയസ് നടക്കുന്നതൊക്കെ കാണിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ആ ഈഗോനെസ്, അത് എന്താണ് സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ എന്നുള്ള രീതിയിൽ എനിക്ക് ആ കുറച്ച് മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് അതുപോലെ തന്നെ കൊണ്ടുപോയത്. മനസ്സിലായ? എനിക്ക് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പ ഫസ്റ്റ് ഞാൻ കാണാൻ പോയപ്പോഴത്തേക്കും അത്ര നാള് മറ്റേ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കണ്ട അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മാത്രമൊക്കെ ചെയ്തു പോണ ഒരു അല്ലു അർജുനൊക്കെ ആയിരുന്നു ഞാൻ പൊതുവെ കണ്ടിരുന്നത്. പുഷ്പ 1 കാണാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എന്താ യൂഷ്വലി അല്ലു അർജുന്റെ റോൾസ് ഒക്കെ നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ ആളൊരു സ്റ്റൈലിഷ് അങ്ങനെ റോംകോം, സത്യം പറയുന്നതാണ് റോംകോം മാസം ഉണ്ടാവും. പക്ഷെ മാസിനോടധികം ടിപ്പിക്കൽ തെലുങ്ക് പടം തന്നെ. പക്ഷെ പുള്ളിക്ക് അതിൽ വലിയ വ്യത്യാസമായിട്ട് പുള്ളിയൊന്നുമില്ല. പുള്ളി സാധാരണ ഇതോടെ ലുക്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു വളരെയധികം ഓർക്കണ്ട നീ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ പുറത്ത് ബാക്കിൽ മൊത്തം പോലീസുകാരന് ഇവിടെ നിന്നുള്ള പോസ്റ്ററാണ്. രാവ് പുള്ളിക്കാരൻ ഈ ചന്ദ്രത്തിന്റെ അവിടെ കാലേറ്റിട്ട് ഇങ്ങനെ നിൽക്കാനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു ഇത്ര റഗ്ഗഡ് ലുക്കില്, മനസ്സിലായി, ഇത്ര റഗ്ഗഡ് ലുക്കിൽ വന്നിട്ടില്ല. കാരണം അതിന്റെ താഴത്ത് പുഷ്പാന്ന് 5 ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണിലായിട്ട് എന്റെ പെർസെപ്ഷനിൽ ഫസ്റ്റ് ടൈമിലായിട്ട് ഒരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് ഇറക്കാൻ തീരുമാനിച്ചു വന്നത് ഒരു പടം എനിക്ക് തോന്നിയത് അതാണ്. ചില പടങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ട് പാൻ ഇന്ത്യൻ ആയിക്കണം. ബാഹുബലി ആണെന്നുണ്ടെങ്കിലും KGF ആണെന്നുണ്ടെങ്കിലും പാൻ ഇന്ത്യൻ ആയതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്. പക്ഷെ ഈ പടം അതിനെ ഉദ്ദേശിച്ചിറക്കിയാണ്. ഇത് അപ്പൊ ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആദ്യത്തെ കുറെ ഭാഗങ്ങളൊന്നും എനിക്ക് അത്ര വന്നില്ല. കാരണം ബേസിക്കലി പുഷ്പ എന്ന് പറഞ്ഞ സിനിമ ടിപ്പിക്കൽ തെലുങ്ക് പടം തന്നെയാണ്. പക്ഷെ എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് ഉണ്ടാവും ഒരു കാട്ടിലെ, മറ്റേ ആള് മരിച്ചു കഴിയുമ്പോ വില്ലിന്റെ അവൻ മരിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായി ഇവൻ പവറിലോട്ട് വന്ന് തുടങ്ങണ ഒരു ടൈമുണ്ട്. പറഞ്ഞ ഡയലോഗ് ഉണ്ട്. കാരണം നമ്മൾ തമ്മിൽ 1008 പ്രശ്നം ഉണ്ടാവും. പുറത്തൊരുത്തമ്മ അടിക്കാമെന്ന് നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങും എന്നുള്ള സീൻ പറയണം. ആ ഫൈറ്റ് ശരിക്കും പറയുന്നത് നമ്മളെല്ലാരെയും ഇഷ്ടപ്പെടുത്തും. കാരണം പുള്ളി ലോയലാണ്. ഇഷ്ടപ്പെടുത്തുന്ന മാത്രമല്ല, അത് പുള്ളിയുടെ ഒരു പ്ലാനിന്റെ പുള്ളിയുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന സാധനം ഉള്ളതാണ്. അനിയനെ കൊല്ലണ സാധനം ഉണ്ടല്ലോ. ആ അനിയനെ കൊല്ലണ സാധനത്തിന് അവിടെ മുതലാണ് എനിക്ക് പടം എൻഗേജിങ് ആയി തുടങ്ങിയത്. അത്ര നേരം ഇങ്ങനെ ഒരു തെലുങ്ക് പടം പോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന വെച്ചാ. പക്ഷെ പടത്തിനെ ശരിക്കും അങ്ങ് പിടിച്ചു നിർത്തിയത് ഫഹദ് വന്ന സമയത്താ.
അപ്പൊ ആ പാട്ടില്ലേ പുഷ്പ, പാട്ടിലേതാ പുഷ്പ? അതെ, അവിടെ അത്ര നേരം ഒന്ന് മറ്റേ ടോപ്പ് ഭയങ്കര ഒരു മനുഷ്യനെ ആളങ്ങ് പിടിച്ചു നിർത്തി, മനസ്സിലായ? ഒരു പിടിത്തം കുടിക്കും. എടാ അത്ര നേരം അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ, പുഷ്പ എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് നിറഞ്ഞാടിക്കൊണ്ടിരിക്കണം. അയാൾക്ക് ടോപ്പ്, അയാൾക്ക് മറ്റേ ഒരു മെയിൻ ഒരു ലൈനുണ്ട്, പുഷ്പക്ക് എതിരാളിയായിട്ട് ഇനി ആരും ഇല്ലെന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പോഴാണ് മറ്റേ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ അവിടെ ഇൻട്രോ വന്നത്. ആളങ്ങ് വന്നങ്ങ് പിടിച്ചങ്ങ് നിർത്തും. അത് പുള്ളിയുടെ ഇൻട്രോ കാണിക്കണം. അത് ശരിക്കും പറഞ്ഞ ഫഹദ് ഫാസില് ഒന്നും ചെയ്യില്ലായിരുന്നു ചിലപ്പോ. ആ മറ്റേ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഈഗോ ക്ലാഷ് വരുമല്ല. അപ്പൊ നീ ഒന്നും അല്ല, നീ എവിടെ ഒരു ചെറിയൊരു സീനിന്റെ ഒരു ഇന്റൻസിറ്റി ഉണ്ട് ഫഹദ് കൊടുക്കണ. മറ്റേ തോക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വിറപ്പിച്ച് നിർത്തുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അപ്പൊ അവന്റെ ആൾക്കാരെ മുമ്പിൽ. അതെ അതെ, ആ ഒരു സീനില് അപ്പൊ അവിടെ പുഷ്പയുടെ ഈഗോ അല്ല, അവിടെ ആദ്യമായിട്ടായത് ഫഹദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനാ. ഷിഹാബ് എന്ന് പറഞ്ഞ പ്രാന്തൻ, മറ്റേ അത്ര നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് അവനെ പറ്റി കാണിക്കുന്നത്. എന്നുവെച്ചാൽ ആ ക്യാരക്ടറിനെ ഈ പടം നിർത്തിയേക്കണത് അത്ര പീക്കായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടാണ് പുഷ്പ. അതെ, പടം നിർത്തി വെച്ചേക്കണ. ഇനി എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പുഷ്പ ഇന്റർനാഷണൽ പോണ സംഭവം അതൊന്നും അല്ല. എനിക്ക് ഇവര് തമ്മിലുള്ള ഇങ്ങനെയാണ് ഫഹദും അല്ലു അർജുനും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടല്ലോ, അവര് മറ്റേ ഇതിനേക്കാൾ വലുത് ഒരു മൈൻഡ് ഗെയിം ആണ്, മനസ്സിലായ? അവരുടെ ഈഗോ ഹെർട്ടായി കഴിഞ്ഞപ്പോ രണ്ടുപേരും പരസ്പരം എത്ര എക്സ്റ്റെന്റ് വരെ പോകും, മനസ്സിലായ? രണ്ടുപേരും പവർഫുൾ ആണ്, ഒരാളെ ലീഗലി പവർഫുൾ ആണ്, ഒരാളെ ഇല്ലീഗലി പവർഫുൾ ആണ്. എനിക്ക് വെരി ഫസ്റ്റ് മൊമെന്റില് ഈ പുള്ളിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെമ്പനും തുമ്പനും ഓർമ്മ വന്നത്. മുട്ടയൊക്കെ അടിച്ച് മീശയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ചിട്ട്, അല്ല അത് ഇരിക്കണ പാട്ടില്ലേതാ പുഷ്പ അല്ല, ലുക്ക് അത് തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് അവന്റെ പെർഫോമൻസ് കൊണ്ടാ എത്തിയത്. പെർഫോമൻസ് കൊണ്ടിട്ടാണ്. അതാ ഞാനിപ്പോ ചിരിച്ചില്ലേ, ഞാനിപ്പോ ചിരിച്ചെന്ന് വെച്ചാൽ പുള്ളി ചെമ്പനും തുമ്പനുണ്ടാ. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടപ്പോ എനിക്ക് ഞാൻ വാടച്ചു. കാരണം പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ പിടിച്ചു നിർത്തി. പക്ഷെ ഇനി ഈ വരുന്ന ഇതില് എത്രത്തോളം പുഷ്പ ഇവരുടെ ആ ഒരു ക്ലാഷിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും ഈ പടം എങ്ങനെയാണ് സക്സസ്ഫുൾ ആകും. ഇതിന് ഭയങ്കര റീച്ച് ഉണ്ട് ഓൾറെഡി. കാരണം ഇതിന്റെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എത്ര 200-300 ക്രോഴ്സ് കളക്ട് ചെയ്തോളൂ. KGF ഫണ്ട് പോലെ തന്നെ ഈ പടത്തിന്റെ അധികം അങ്ങടില്ല. പക്ഷെ നോർത്തിൽ ഇത് കാട്ടുതീ ഇതുപോലെ തന്നെ വൈൽഡ് ഫയർ എന്നുള്ള സീനില് അവർക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട്, നമ്മളെക്കാൾ ഉപരി അവർക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടിട്ടാണ് ഒന്ന് ആലോചിക്കുക, ഏറ്റവും അണ്ടിലൊന്നാണ് ബീഹാർ. അവിടെ പോയിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത്രത്തോളം അവിടെ റീച്ച് ഉണ്ട്, വെൽക്കമിങ് ആണ് അവിടെ. ഇപ്പൊ ഈ വരെ പോണ ഒരു ഹൈപ്പിലാണ്. പിന്നെ ഈ ട്രെയിലർ കട്ടും അത്യാവശ്യം കിട്ടുന്ന സാധനമാണ്. ഈ ഒരു ഹൈപ്പിലാണ് ഇത് പോണെന്നുണ്ടെങ്കിൽ ആ സിനിമയും ഇതിനോട് ഒരു 100 വേണ്ട, ഒരു 80% നീതി വളർത്തി കഴിഞ്ഞാണ്ടല്ല പടം അടിച്ചു കയറിപ്പോ. അയ്യോ, മെയിൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിനക്കെന്ത് തോന്നി ട്രെയിലർ കണ്ടപ്പോ? നിങ്ങളുടെ വലിയൊരു അഭിപ്രായം പറ. എന്താ, എനിക്ക് ഹൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, സാധനം കൊള്ളാം. എന്താ വെച്ചാ ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടില്ല, ഇപ്പൊ ഇനി പോയി കാണണം. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഇപ്പൊ ഇവന്മാര് പറഞ്ഞ കുറച്ച് കഥയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഹാഫ് ബേസിക്കലി ഒരു പവർ സ്ട്രഗിളും ക്ലാഷും സംഭവമൊക്കെയാണ്. സെക്കൻഡ് ഹാഫിൽ ഓബിയസ്ലി പുഷ്പ എസ്റ്റാബ്ലിഷ്ഡ് ആയെന്നുള്ള ഈ ലൈൻ കാണിക്കണം. എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അവന് ഗ്രോ ചെയ്യാനായിട്ട് ഓൾറെഡി എന്താ പറയാ, അവന് നൊട്ടോറിയസ് ആണ്, ക്രിമിനൽ ആണെന്നെങ്കിൽ അവന് ഗ്രോ ചെയ്യാനായിട്ട് പൈസയും പവർ ഉണ്ടെങ്കിൽ പറ്റും. സോ ഫഹദ് ഫാസിൽ ലീഗലി അവന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താ പറയാ, ലീഗൽ സൈഡ് ആണ്, അല്ലെങ്കിൽ IPS ആണ്. പക്ഷെ അവന്റെ ചിന്താഗതി മൈൻഡ് സെറ്റ് ഓക്കെ, മൈൻഡ് സെറ്റ് ഓക്കെയാണ്. പക്ഷെ അവന് റിസോഴ്സ് ഇല്ലല്ലോ, മനസ്സിലായ? ഇപ്പൊ നീ പറഞ്ഞ കേസില്ലേ, റിസോഴ്സ് ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇതിന് കറക്റ്റ് നിനക്ക് ഡെഫിനിഷൻ കിട്ടും ആ പടം കാണുമ്പോഴത്തേക്കും. നീ ഇവൻ പറഞ്ഞ റിസോഴ്സസ് ഇല്ലെന്ന് പറഞ്ഞില്ല, ഇല്ലാത്ത രീതിയിൽ എന്താണ് കാര്യം എന്നുള്ളത് നിനക്ക് മനസ്സിലാവും. നമ്മളെ പ്രേക്ഷകരെ ഓഡിയൻസിനെ മനസ്സിലാക്കി തരുകയും ചെയ്യും പുഷ്പ. അതാണ് കറക്റ്റ് സാധനം. ഞാൻ ചോദിക്കാം, എനിക്കിപ്പോ എന്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ ഈ എത്ര എസ്റ്റാബ്ലിഷ് ആയുള്ള പുഷ്പേനെ എന്റെ പെർസ്പെക്ടീവില് വലിയ റിസോഴ്സുകൾ അല്ലാത്ത ഫഹദ് ഫാസിൽ എങ്ങനെ കോമ്പാറ്റ് ചെയ്യുന്നതാണ്. കാരണം ഞാനാണെങ്കിൽ ഇവനാണെന്നുണ്ടെങ്കിലും പുഷ്പ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഷെഖാവത്തിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്നില്ല. ഷെഖാവത്ത് എത്രത്തോളം ഹേർട്ട് ആണെന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് അറിയാം. ഞാനും അതിനെ വെയിറ്റ് ചെയ്യണ, ഷെഖാവത്തിനെ വേണ്ടിയാണ്. പുഷ്പ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഓൺലി പാൻ ഇന്ത്യ ലെവലിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് പടം പുള്ളിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വന്നേക്കാനാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പേടി. കഴിഞ്ഞ ദിവസം ഇറങ്ങിയൊരു പടമുണ്ട് കങ്കുവാന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒന്നും പറയാനുള്ള കുറിച്ചിട്ട് എന്റെ പൊന്നോ ഞങ്ങളായിട്ട് പറഞ്ഞു. പക്ഷെ ഈ വർഷം ഇറങ്ങിയ കോളിവുഡിൽ നിന്നുള്ള 3 പടങ്ങൾ, ഓക്കെ, ഏറ്റവും ഹൈപ്പ് ഒന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ ടോപ്പ് ടയർ 1 3 ആർട്ടിസ്റ്റുകളുടെ പേര്: രജനികാന്ത്, വേട്ടയൻ, തലപതി വിജയ്, ഗോട്ട്.
അത് കഴിഞ്ഞ് കങ്കു വന്ന് ഇന്ത്യൻ ടു വന്ന് ഞാൻ വലത്തോട്ട് എത്തല്ല. ഏറ്റവും ഇങ്ങനെ 4 പടങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ എന്തെങ്കിലും കോളിവുഡ് കയ്യിൽ നിന്ന് പോയല്ലേ, ഇനി എന്തെങ്കിലും ടോളിവുഡ് ഉണ്ടല്ലോ പറഞ്ഞാൽ നമ്മളെ കൂടി ടോളിവുഡില് 3 ആഴ്ച ഉണ്ട് പടത്തിന്. ഇനി വേറൊരു സാധനം വരാനില്ല പടത്തിന്. അതെ, ഇനി കുറച്ച് പോസ്റ്റേഴ്സ് മാത്രം വരാനുള്ളൂ. എന്തെങ്കിലും ഓൾ ഏരിയ തൂക്കിന് ചാൻസുകളുണ്ട്. ആ സുകുമാർ എന്ന ഡയറക്ടറിന്റെ അടുത്ത് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതില് ബേസിക്കലി അവര് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചേക്കണ ആ ഒരു ഇത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് അടിപൊളി എന്ന് തോന്നുന്ന ഒരു രീതിയിലാണ്. കാരണം ഇനി അടുത്തത് വേണമെങ്കിൽ നല്ല ഹൈപ്പിലോട്ടും പോവാം, ചിലപ്പോ നല്ലോണം അലമ്പായും പോവാം. രണ്ടിനും ചാൻസ് ഉണ്ട്. പക്ഷെ അത് എന്താവുന്ന ഇനിയിപ്പോ പടം ഇറങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, ഹിറ്റോർമിസാണ്. പക്ഷെ ഇതിന്റെ ഹൈപ്പ് എന്ന് പറയുന്ന സാധനം എന്താണ് വേറെ ലെവലിലാണ് നിൽക്കുന്നത്. മനസ്സിലായ? ആ രീതിയിലാണ് ഈ കാര്യങ്ങള് പൊക്കോണ്ടിരിക്കണത്. ഇപ്പൊ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ട്രെയിലർ ഇഷ്ടമായി. ഇപ്പൊ അത്യാവശ്യം ഹൈപ്പിന് നീതി പുലർത്തുന്ന രീതിയിലുള്ള ട്രെയിലറാണ്. വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. ശ്രീലീലുണ്ട്, ഡാൻസർ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കുന്നതാണ്. അതെ, ഡാൻസർ ശ്രീലീലുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും നമുക്ക് പടം ഇറങ്ങി കഴിയുമ്പോ. നിനക്ക് എന്തെങ്കിലും പറയാണ്ടേ? എനിക്കെന്താ പറയാ, പടം ഇറങ്ങട്ടെ. ഞാൻ അല്ല, അപ്പൊ ഇവൻ ഫസ്റ്റ് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് നമ്മളെന്തെങ്കിലും ഒരു റൗണ്ട് അബൌട്ട് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. കാരണം പുഷ്പ 1 ഇവന്റെ തോട്ട്സ്, ഇവന്റെ പെർസെപ്ഷൻസ്, അതിനെ പുഷ്പ 2 എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്ന സാധനം നമ്മളൊന്നും കൂടി ഇതാക്കുന്നതാണ്. അപ്പൊ അൺടിൽ ദെൻ സൈനിങ് ഓഫ്.